കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ പാചക വാതക വില വർധനവിനെതിരെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സംസ്ഥാനത്തെ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, ക്യാന്റീനുകളടക്കം 24 മണിക്കൂർ അടച്ചിട്ട് പ്രതിഷേധം തുടങ്ങി. ഓൺലൈൻ ഡെലിവറിയും ഉണ്ടാകില്ല. 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് 993 രൂപ കൂട്ടിയ സാഹചര്യത്തിലാണ് പ്രതിഷേധ പണിമുടക്ക്. ഉയർത്തിയ പാചകവാതക വില പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പെട്രോളിയം കമ്പനികളുടെ ഓഫീസിനു മുന്നിലേക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കേരള വ്യാപാരി വ്യവസായി സമിതി, ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ, ഹോസ്റ്റൽ ഓണേഴ്സ് ഫെഡറേഷൻ അടക്കമുള്ള നിരവധി വ്യാപാര സംഘടനകൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളത്ത് പണിമുടക്ക് പൂർണ്ണമാണ്. നഗരത്തിലെ ഭൂരിഭാഗം ഹോട്ടലുകളും അടഞ്ഞുകിടക്കുകയാണ്. ഇതോടെ ദൂരസ്ഥലങ്ങളിൽ നിന്നും മറ്റും വരുന്നവർ ദുരിതത്തിലായി. വിലക്കയറ്റത്തിനെതിരെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ മാർച്ചുകളും ധർണകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ മാസവും വാണിജ്യ സിലിണ്ടറുകൾക്ക് വരുത്തുന്ന വൻ വിലവർദ്ധനവ് ഹോട്ടൽ വ്യവസായത്തെ തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കുന്നംകുളം മേഖലാ പ്രസിഡന്റുമായ സുന്ദരൻ നായർ പറഞ്ഞു. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റത്തിന് പുറമെയാണ് പാചകവാതകത്തിന് താങ്ങാനാവാത്ത വിധം വില വർദ്ധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല. എന്നാൽ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുമെന്നതിനാൽ തിടുക്കപ്പെട്ട് അതിന് മുതിരുന്നില്ലെന്നും സുന്ദരൻ നായർ പറഞ്ഞു. ഇതോടനുബന്ധിച്ച് ഒരു ഹോട്ടൽ ഒരു ദിവസമോ 2 ദിവസമോ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്ത് വരുന്ന ടൂറിസം മേഖലയിലും അതേപോലെ തന്നെ മറ്റു ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഒരു ബാത്റൂമിൽ പോകാനോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് ഹോട്ടൽ അസോസിയേഷനായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് തുടർച്ചയായി അടച്ചിടേണ്ട ഒരു ഗതി വന്നു കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ മലിനമാകാൻ ഇടവരുന്നുള്ള ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരം രീതികളിലേക്കൊന്നും പൊതുജനങ്ങളെ തള്ളിവിടാതെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര ഭരിക്കുന്ന അതുപോലെ കേരളം ഭരിക്കുന്നതായാലും എല്ലാവരും അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്ന് മാത്രമേ ഈ വേളയിൽ എനിക്ക് പറയാനുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഹോട്ടലുകൾ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും ഇനിയും തങ്ങളുടെ ആവശ്യങ്ങളിന്മേൽ അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു.